ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 17. അച്ഛനെന്നാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? കുഞ്ഞുഞ്ഞിന്റെ ചോദ്യം അച്ഛനെ ചിന്തയിൽ നിന്നുണർത്തി. നീയും എൽസിയും അറിയാതെ ആ കുട്ടി എവിടെ പോകാനാ? എന്താ ഉണ്ടായതെന്ന് തെളിച്ചു പറ. അച്ഛൻ ഇതെന്താ അറിഞ്ഞോണ്ടാ ഈ പറയുന്നേ? എന്റെ അനിയനെ എനിക്കല്ലാതെ മറ്റാർക്കാ അറിയുക? ദേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. അച്ഛനാണെന്ന് ഞാൻ നോക്കുകയല്ല. എടാ, സ്വന്തം മക്കൾ എവിടെയാണേലും സന്തോഷവും സമാധാനമായി ജീവിക്കുന്നത് കാണാനല്ലേ മാതാപിതാക്കൾക്ക് ആഗ്രഹം. അതിനു പകരം കുടുംബം, മാനം എന്നൊക്കെ പറഞ്ഞ് അതുങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ? ഒരു തോട്ടത്തില് പലവിധം പൂക്കളും ചെടികളും ഉണ്ടാകും. അതുപോലെയാ മതങ്ങളും ജാതിയും ഒക്കെ. അല്ലാതെ തമ്മിത്തല്ലാനും ഞാനാണ് മിടുക്കനെന്ന് വീമ്പിളക്കാനും മാത്രം ഒന്നുമില്ല. അത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നോ അന്നേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകൂ. അവരവരുടെ പാട്ടിന് വിട്ടായിരുന്നെങ്കിൽ കുടുംബത്തിന് എന്നാ പറ്റിയനെ? ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോ കടുവയെ പിടിക്കുന്ന കിടുവയായല്ലോ. പ്രശ്നം വന്നപ്പോ കൂടെ നിൽക്കാനുള്ളതിന് എനിക്ക് ക്ലാസ് എടുക്കുന്നോ? കുഞ്ഞുഞ്ഞിന് ക്ഷോഭ അടക്കാനായില്ല. നീ ക്ഷോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്കാണ് എല്ലാം പ്രശ്നമായി തോന്നുന്നത്. കുടുംബവും മാനവും നോക്കി മാത്രം കെട്ടിച്ച് ജീവിതകാലം മുഴുവൻ മനസ്സുകൊണ്ട് ഒട്ടും പൊരുത്തപ്പെടാനാവാതെ ജീവിച്ച് ഭ്രാന്ത് പിടിച്ച പലരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതിൽ ആണും പെണ്ണും ഒന്നൊന്നുമില്ല. ചിലർക്ക് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാനുള്ള കഴിവുണ്ട്. ചിലത് ചത്ത് ജീവിച്ച് ഒടുക്കം വരെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവനോടെ ഇരിക്കുന്നവർ. എത്ര കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അതിന്റെ വെളിച്ചത്തിലാ ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇതിനൊരു പരിഹാരം പറ. അച്ഛനെ കൊണ്ട് പറ്റോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കിക്കൊള്ളാം. കുഞ്ഞുഞ്ഞ് ദേഷ്യം കൊണ്ട് വിറച്ചു. എന്റെയും കൂടെ ചെറുക്കനായി പോയില്ലേ അവൻ? എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റോ? നിന്നോട് എന്നാ പറഞ്ഞാലും പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്നത് പോലെയാന്ന് അറിയാഞ്ഞിട്ടല്ല. ഓരോന്നൊക്കെ കാണുമ്പം പറഞ്ഞു പോണതാ. പിന്നെ നീ അറിയാതെ ആ കൊച്ചു പോയതെന്ന് പറഞ്ഞ അത് ഞാനങ്ങ് വിശ്വസിച്ചു എന്നൊന്നും കരുതേ വേണ്ട. ഏതായാലും ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുപോര്. കാർന്നവന്മാര് മുതലേ ഓരോ വേണ്ടാദിനങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് താങ്ങാനും ഒളിപ്പിക്കാനും ഞങ്ങളെപ്പോലുള്ള ബലിമൃഗങ്ങളുണ്ടല്ലോ. നിന്റെ ഇളയതൊരു പെങ്കൊച്ചുണ്ടായത് നീ മറന്നിട്ടൊന്നുമില്ലല്ലോ. അതിപ്പോ എവിടെയാണെന്ന് നിനക്കറിയാമോ? ആ എസ്രേച്ചനുണ്ടായിരുന്നത് കൊണ്ട് അതിന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഓ, അവള് വീട്ടിലുണ്ടായിരുന്നേ നീ ഇപ്പോ അച്ഛനായി ഇവിടെ ഇരുന്ന് ഇത്രയും പ്രസംഗിക്കുകയിലായിരുന്നു. കുടുംബത്തിലെ പിള്ളേർക്ക് കുടുംബത്തിൽ പറഞ്ഞ ബന്ധങ്ങൾ കിട്ടുകയിലായിരുന്നു. അതിന് മറുപടി പറയാനായുമ്പോൾ ആശുപത്രിയിൽ നിന്നും വിളി വന്നു, വേഗം ഓഫീസിലേക്ക് ചെല്ലാൻ. എന്നാ നീ വെക്കോ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. കുഞ്ഞുഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി. കുഞ്ഞുഞ്ഞ് പറഞ്ഞതിലും കാര്യമുണ്ട്. അന്നൊക്കെ അംഗവൈകല്യമോ ബുദ്ധിമാന്യമോ ഉള്ള കുട്ടികളുള്ള വീടുകളിൽ നിന്നോ മാനസിക രോഗമുള്ള വീടുകളിൽ നിന്നോ ഉള്ളവർക്ക് വൈദികരോ കന്യാസ്ത്രീമാരോ ആകാൻ സഭ അനുവാദം കൊടുക്കില്ലായിരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിലേക്ക് വിവാഹബന്ധത്തിനും ആളുകൾ മടിച്ചിരുന്നു. കാരണം വിവാഹബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കും പാരമ്പര്യമായി ഇതുപോലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പേടി. പിന്നീട് സഭ വൈദികർക്കും സന്യസ്തർക്കും ഇളവ് നൽകി. ഇതിന്റെയൊക്കെ ചുവടുപിടിച്ചാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങളും മാമൂലുകളും മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന വേളയിലാണ് ഹൈദരാബാദിൽ വെച്ച് ലിറ്റിൽ ഫ്ലവറിനെ പരിചയപ്പെടുന്നത്. സ്കൂളിന്റെ പ്രിൻസിപ്പാളും നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറുമായിരുന്നു അവർ. അവരുടെ പ്രസരിപ്പും ചടുലതയും ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. അത് എസ്ര അച്ഛനോട് പറഞ്ഞു. അപ്പോഴാണ് നടുക്കുന്ന ആ വിവരം അച്ഛൻ തന്നോട് പറഞ്ഞത്. മറ്റാരും ഒരിക്കലും അറിയരുതെന്നുള്ള ഉറപ്പിന്മേൽ. ഒരു കുമ്പസാര രഹസ്യം പോലെ അത് നിന്റെ മനസ്സിലുണ്ടാകണമെന്നും നിർദ്ദേശിച്ചു. ആശുപത്രിയുടെ കവാടം കടക്കുമ്പോൾ ആരൊക്കെയോ വിഷ് ചെയ്ത് കടന്നുപോയി. അതിനൊക്കെ യാന്ത്രികമായി മറുപടി കൊടുത്ത് ഓഫീസിൽ വന്നിരിക്കുമ്പോൾ സൂപ്രണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഓർമ്മകളെ ഉള്ളിൽ വെച്ച് പൂട്ടി പതിയെ വർത്തമാനകാലത്തിന്റെ കർത്തവ്യങ്ങളിലേക്ക് അച്ഛൻ മടങ്ങി. പാവപ്പെട്ട ഒരു കുട്ടിക്കുള്ള ചികിത്സാ ഇളവിനുള്ള അപേക്ഷയാണ് സൂപ്രണ്ട് കൊണ്ടുവന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകാനുള്ള ദിവസങ്ങൾ അടുത്തു അവന്. സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യണോ എന്ന് സർജൻ ചോദിച്ചതാണ്. ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പോൾ അവന്റെ ഇടവക വികാരിയുടെ എഴുത്താണ് സൂപ്രണ്ടിന്റെ കയ്യിൽ. അത് വാങ്ങിവെച്ചിട്ട് അവന്റെ ബില്ലുകൾ മുഴുവൻ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. ഇങ്ങനെയുള്ള രോഗികൾക്കായി ആശുപത്രിയിൽ നിന്ന് ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടെ വരുന്ന ഒരു രോഗിക്കും ചികിത്സ നിഷേധിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ ആശുപത്രിക്ക് നല്ലൊരു സ്വീകാര്യതയുണ്ട്. ആതുര ചികിത്സ വെറും കച്ചവടം മാത്രമാക്കാതെ ജീവകാരുണ്യ മേഖലയിലും അടയാളപ്പെടുത്തപ്പെട്ട ഹോസ്പിറ്റലാണിത്. സാമ്പത്തികമുള്ളവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും നൽകുകയുമില്ല. ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നതും അറ്റൻഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ മൊത്തം ഒന്ന് ചുറ്റി മേടയിലെത്തുമ്പോൾ 2 മണി കഴിഞ്ഞു. ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ കിടക്കുമ്പോൾ ജെറിയുടെ കാര്യം ഓർമ്മ വന്നു. കുഞ്ഞുഞ്ഞ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കൗൺസിലിംഗ് വേണ്ടിവരും. കുടുംബത്തിലെ കുട്ടികൾക്ക് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
തറവാടിത്തവും പൊക്കിപ്പിടിച്ച് തലമുറകൾ മക്കളോട് ചെയ്യുന്ന അന്യായത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ലിറ്റിൽ ഫ്ലവർ എന്ന തന്റെ സഹോദരി. ഈ 50-ലും അവൾ പ്രസരിപ്പോടെ ജീവിക്കുന്നു. സെമിനാരി പഠനം അവസാനിക്കാറായി. അതോടനുബന്ധിച്ച് വൃദ്ധമന്ദിരങ്ങൾ, അനാഥമന്ദിരങ്ങൾ, അംഗവൈകല്യമുള്ള കുട്ടികൾക്കായുള്ള സ്ഥാപനങ്ങൾ, മെന്റൽ ഡിസോർഡർ ഉള്ളവരെ പാർപ്പിക്കുന്ന ഇടങ്ങൾ എന്നിവയിൽ 6 മാസത്തെ സേവനം നിർബന്ധമാണ്. തനിക്ക് കിട്ടിയത് ഹൈദരാബാദിലെ ഒരു സ്ഥാപനമാണ്. സന്തോഷത്തോടെ അവിടേക്ക് യാത്രയായി. പല വിധത്തിലുള്ള വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമാണത്. സമൂഹത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പിന്തള്ളപ്പെടേണ്ട കുഞ്ഞുങ്ങൾ, അവർ തങ്ങളിൽ അന്തർലീനമായ കഴിവുകളെ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട ട്രെയിനർമാരാൽ കണ്ടെത്തി അവയെ പരിപോഷിപ്പിച്ച് തങ്ങളുടെ ജീവിതോപാധി കണ്ടെത്തുന്നു. DST സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്ഥാപനം സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള കുട്ടികളെ യാതൊരു ഫീസും കൂടാതെ താമസിപ്പിച്ച് പരിശീലിപ്പിക്കുന്നു. ചെന്ന അന്ന് തന്നെ വീൽചെയറിലിരുന്ന് ക്ലാസുകൾ നയിക്കുന്ന ലിറ്റിൽ ഫ്ലവറിനെ പരിചയപ്പെട്ടു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് സിസ്റ്റേഴ്സിന്റെ കൈകളിൽ എത്തപ്പെട്ടതാണ് അവരെന്ന് അവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ പറഞ്ഞു. നാടോ വീടോ ഏതെന്നറിയില്ല. ഒരു കാലിലെങ്കിലും ആ മുഖത്തെ ചൈതന്യവും പ്രസരിപ്പും ആരെയും ആകർഷിക്കുന്നതാണ്. അവരുടെ പ്രസരിപ്പ് മറ്റു കുട്ടികൾക്കും പ്രചോദനമാവുകയാണ്. അവരോട് വല്ലാത്തൊരു അടുപ്പം തോന്നി. പാട്ട് പാടാനും സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും മിടുക്ക് പ്രകടിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു മ്യൂസിക് ട്രൂപ്പും നിലവിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം എല്ലാവർക്കുമായി വീതിച്ചു നൽകുന്നു. കരകൗശലം, തയ്യൽ, എംബ്രോയിഡറി എന്ന് വേണ്ട കുട്ടികളിൽ രൂഢമൂലമായ ഏത് കഴിവും കണ്ടെത്തി അവരെ അതിൽ പ്രഗത്ഭരാക്കുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം അതത് കുട്ടികൾക്ക് നൽകുന്നത്, കുട്ടികൾ തന്നെ ബാങ്കിൽ ചെറു നിക്ഷേപങ്ങളായി സൂക്ഷിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കായി എടുക്കുമ്പോൾ അവരിൽ ഇരട്ടി ആത്മവിശ്വാസം വളരുന്നു. ഇതിന്റെ എല്ലാ നേതൃത്വവും ലിറ്റിൽ ഫ്ലവറിനാണ്. 6 മാസം പോയതറിഞ്ഞില്ല. തിരികെ പോകുമ്പോൾ ലിറ്റിൽ ഫ്ലവർ ചെറിയൊരു കന്യാമറിയത്തിന്റെ രൂപം സമ്മാനിച്ചു. കുട്ടികൾ അവരവർ ചെയ്ത ഓരോ വർക്കുകളുടെ ഒരു പീസും നൽകി. യാത്രയപ്പ് സമ്മേളനത്തിൽ കുട്ടികൾ ഒരു സംഗീത സദ്യ തന്നെ ഒരുക്കി. നിറമിഴികളോടെയാണ് അവിടുന്ന് യാത്രയായത്. തിരികെ നാട്ടിലെത്തി. ഇസ്ര അച്ഛന്റെ അടുത്ത് പോയപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ലിറ്റിൽ ഫ്ലവറും കടന്നു വന്നു. ഇസ്ര അച്ഛൻ അമ്മച്ചിയുടെ ആങ്ങളയാണ്. അദ്ദേഹമാണ് തന്റെ സ്പിരിച്വൽ ഫാദർ. നസ്രായൻ എന്നാണ് അച്ഛന്റെ പേര്. ഇസ്ര എന്ന് എല്ലാവരും ചുരുക്കി വിളിക്കുന്നു. ലിറ്റിൽ ഫ്ലവറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. കുംഭസാര രഹസ്യം പോലെ സൂക്ഷിക്കണം ഇക്കാര്യം. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് നീ ഇക്കാര്യം അറിഞ്ഞിരിക്കണം. അതിനാണ് നിന്നോടിത് പറയുന്നത്. തനിക്ക് ആകാംക്ഷയായി. കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമോ? അച്ഛൻ പറഞ്ഞു തുടങ്ങി. അവരും നീയും ഒരു കുടുംബത്തിലെയാണ്. അമ്പരപ്പോടെ നിൽക്കുമ്പോൾ അച്ഛൻ തുടർന്നു. എന്റെ പെങ്ങൾ കത്രി, അതായത് നിന്റെ അമ്മച്ചി 50-ാം വയസ്സിൽ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. പെരുന്നാളിന് പോയിട്ട് വന്നപ്പോ അമ്മച്ചി കരയുന്നത് കണ്ടു. ചോദിച്ചവൻ പറഞ്ഞു ആ കൊച്ചു മരിച്ചുപോയെന്ന്. എന്നാ അവള് മരിച്ചിട്ടില്ല. ആ കൊച്ചിനെയാണ് നീ അവിടെ കണ്ടത്, സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ. ശ്വാസം വിലങ്ങിയതുപോലെയായി. കണ്ണു വീഴ്ച നിന്നുപോയി. പ്രായമേറിയതുകൊണ്ട് കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എല്ലാവരും ഭയന്നു. പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഞാൻ ഇടപെട്ടതനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബ്രജീത്തയും നിന്റെ അപ്പച്ചനുമാണ് ആശുപത്രിയിൽ കൂട്ടുനിന്നത്. ഓപ്പറേഷനായിരുന്നു. കുഞ്ഞിനും അമ്മയ്ക്കും കേടില്ലാതെ രക്ഷപ്പെടുത്തി. കുഞ്ഞിനെ നഴ്സ് അളിയന്റെ കയ്യിൽ കൊടുത്തു. കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന വെള്ളത്തുണി മാറ്റി നോക്കിയ അളിയൻ ബോധരഹിതനായില്ലെന്നേ ഉള്ളൂ. വേഗം കൊച്ചിനെ നഴ്സിന് തിരികെ കൊടുത്തു. എന്നിട്ട് എന്റെ അടുത്തെത്തി. ആകെ പരവശരായാണ് വരവ്. ഇസ്രാച്ച, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒന്നാമതേ പെണ്ണ്. അതിനൊരു കാലുകൂടി ഇല്ലാതായാൽ ഞാൻ അതിനെ എങ്ങനെ വളർത്തും? എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട. അതിനെ വല്ല അനാഥാലയത്തിലും കൊടുക്ക്. ഇല്ലെങ്കിൽ ഞാനതിനെ എന്തേലും ചെയ്യും. എന്താ അളിയാ ഈ പറയുന്നേ? ദൈവം തന്ന കുഞ്ഞല്ലേ, അതിന് 2 കൈ നീട്ടി വാങ്ങുക. ജീവനെടുക്കാൻ നമുക്ക് അധികാരമില്ല. ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തില് ചട്ടോ പൊട്ടോ ഉള്ള ഒരെണ്ണം പോലും ജനിച്ചിട്ടില്ല. ഇനി ഞാൻ ഇതിനെ ഒരു നോക്കുകുത്തി പോലെ വളർത്തണോ? അളിയൻ തലക്കടിച്ചു. അല്ലാതെ പിന്നെ എന്തു ചെയ്യും? ഇല്ല, ഞാൻ ഇതിനെ കൊണ്ടുപോയില്ല. ഇസ്രച്ചൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ആ കൊച്ച് എന്റെ വീട്ടിൽ വളരുകയില്ല. അളിയന്റെ മുഖഭാവം കണ്ട് ഞാനും ഭയന്നു. എന്തും ചെയ്യാൻ മടിയില്ലാത്തതുപോലെയാണ് ഇരിപ്പ്. ഒരു ജീവനാണ്, അത് രക്ഷിച്ചേ പറ്റൂ. അളിയൻ പോകൂ, ഞാൻ എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. എന്തായാലും വേണ്ടില്ല. കത്രി ബോധം തെളിയും മുന്നേ എന്തേലും ചെയ്യണം. ഇത് ആശുപത്രിയാണ്. ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജയിലിൽ പോകുന്ന കേസാ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഏതായാലും അളിയനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പോയി. എല്ലാം ശാന്തമായി എന്ന് കരുതിയിരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കത്രി ചാക്കോച്ചനെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അച്ഛനോട് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ അമ്മച്ചി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി അവന്റെ കൂടെ അപ്പോൾ തന്നെ ഞാനും പുറപ്പെട്ടു. ശ്വാസമടക്കി അച്ഛൻ പറയുന്നത് കേട്ടിരുന്നു. അളിയൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയുള്ള പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു.
വീട്ടിൽ ചെല്ലുമ്പോൾ കത്രി എന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അച്ഛാ, ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയ്ക്കോ. അത് ജീവനോടെ ഉണ്ടെന്നെങ്കിൽ എനിക്ക് സമാധാനിക്കാമല്ലോ. ഇല്ലെങ്കിൽ അത് ഞാൻ ഇതിന്റെ മുഖത്ത് വല്ല തുണിയും വാരിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലും. ഇന്നലെ ഭാഗ്യത്തിനാ ഞാൻ കണ്ടത്. കത്രി പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവും കിട്ടിയില്ല. അവളുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. എന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഹൃദയം നൊന്ത് പ്രസവിച്ചു. വഴി കാണാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു പോന്നു. ചെകുത്താനും കടലിനും നടുവിലായല്ലോ കർത്താവേ. തെരേസ പെങ്ങളോടുകൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന് കരുതി. പിറ്റേന്ന് തന്നെ മുട്ടുചിറ മഠത്തിലുള്ള സിസ്റ്ററെ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. സിസ്റ്ററും അമ്പരന്ന് നിൽക്കുകയാണ്. ആങ്ങളുടെ തനി സ്വഭാവം പെങ്ങൾക്കറിയാം. അതിനാൽ അവർ ആലോചിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ കാണാൻ വന്നു. അച്ചോ, ഞങ്ങളുടെ ഹൈദരാബാദിലുള്ള ഒരു സ്ഥാപനമുണ്ട്. കൊച്ചിനെ അവിടെ ഏൽപ്പിക്കാം. ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു വേണം കൊടുത്തുവിടാൻ. നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. എന്നാലും അറിഞ്ഞുകൊണ്ട് ഒരു ജീവനില്ലാതാക്കാൻ കൂട്ടുനിൽക്കാൻ പറ്റുമോ? കർത്താവ് ക്ഷമിച്ചോളും. ശരിയാ സിസ്റ്ററെ, ഒരു ജീവനായതുകൊണ്ടാണ് ഞാനും ഈ സാഹസത്തിന് മുതിരുന്നത്. അതിനെ അളിയൻ എന്തേലും ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമോ? അച്ഛൻ കത്രിയോട് പറ, ആ കുഞ്ഞിനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് ആരും അറിയാതെ മഠത്തിന്റെ വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് പോകാൻ. സിസ്റ്റർ പരിഹാരം നിർദ്ദേശിച്ചിട്ട് പോയി. പിറ്റേന്ന് തന്നെ ഞാൻ കത്രിയുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. ഒട്ടും മടിക്കാതെ ഒരു രാത്രി അളിയൻ പകലോമറ്റം മുതൽ മുട്ടുചിറ വരെ നടന്ന് കൊച്ചിനെ മഠത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പോയി. ഒരു കൊച്ചിന്റെ കരച്ചിൽ കേട്ട് സിസ്റ്റേഴ്സ് എണീറ്റ് വന്നു. ആരോ ഉപേക്ഷിച്ചു പോയതാകുമെന്ന് കരുതി അതിനെ പരിപാലിച്ചു. ഒടുവിൽ സഭയുടെ നിർദ്ദേശപ്രകാരം ഹൈദരാബാദിലെ ആ സ്ഥാപനത്തിന് കൈമാറി. അവർ അതിനെ വളർത്തി. നല്ല ബുദ്ധിയുള്ള കൊച്ചായിരുന്നു അത്. അവൾക്ക് ഇഷ്ടമുള്ളിടം വരെ പഠിപ്പിച്ചു. അളിയനും കത്രിക്കും ഇപ്പോഴും അറിയില്ല അവൾ എവിടെയാണെന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. കത്രി കുറെ നിർബന്ധിച്ചു പറയാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഉപേക്ഷിച്ച കുഞ്ഞാണ്, അത് മരിച്ചുപോയി എന്ന് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തി. ഇനി ആ കൊച്ചെവിടെയാണെന്ന് നിങ്ങൾ അറിയണ്ട. എനിക്കും അറിയില്ല അതെവിടെയാണെന്ന്. കർക്കശമായി തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇതറിയുന്ന 3ാമത്തെയാൾ നീയാണ്. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടച്ചാ. എങ്കിൽ അറിയാതെ പോലും ഒരിക്കലും ലിറ്റിൽ ഫ്ലവറും അറിയാൻ പാടില്ല ഇക്കാര്യം. ഓർമ്മ വേണം. അച്ഛൻ പറഞ്ഞു നിർത്തി. പിന്നീട് പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അവളെ കണ്ടിട്ടുണ്ട്. അവൾ അവിടെ ഉള്ളതുകൊണ്ട് ആ സ്ഥാപനത്തിന് അപ്പച്ചന്റെ കയ്യിൽ നിന്നും ഒരു തുക എല്ലാ വർഷവും വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. അപ്പച്ചൻ മരിച്ചപ്പോൾ അത് കുഞ്ഞുഞ്ഞിനോടും ഔസ്യപ്പച്ചനോടും ചാക്കോച്ചനോടും വാങ്ങും. ചെയ്ത പാപത്തിന് ഒരു പരിഹാരമാകട്ടെ. അവരൊരിക്കലും അറിഞ്ഞിട്ടില്ല ആ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇപ്പോൾ ഇതാ കുഞ്ഞുഞ്ഞും അപ്പന്റെ പാത പിന്തുടർന്ന് മകന്റെ ജീവിതത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഓനാപ്പി വിളിക്കുമ്പോഴാണ് ഉണർന്നത്. ചൂട് കാപ്പി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുഖം കഴുകി ഒരു ഗ്ലാസ് പകർന്നു കുടിച്ചിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് പോയി. ഓരോ കാര്യങ്ങളും അണുവിട തെറ്റാതെ ശ്രദ്ധിക്കണം. 3 അച്ഛന്മാർ കൂടി സഹായത്തിനുണ്ട്. സ്റ്റാഫുകളൊക്കെ കൃത്യനിഷ്ഠയുള്ളവരും മിടുക്കരുമാണ്. എന്നാലും തന്റെ കണ്ണൊരിടത്തും എത്താതെ പോകരുത്. എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ സമാധാനം പറയേണ്ടത് താനാണ്. രാത്രി 10 മണി കഴിഞ്ഞ് മേടയിൽ തിരികെ എത്തിയപ്പോൾ ഒന്ന് കുളിച്ച് ഓനാപ്പിയെ കൂട്ടി ജപമാല ചൊല്ലി. ഓനാപ്പി സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും പ്രാർത്ഥന ചൊല്ലുന്നത് ഒന്നും തന്നെ മനസ്സിലാകില്ല. ചിലപ്പോൾ ചിരിയും വരും. എത്ര പറഞ്ഞാലും അവൻ സ്പീഡ് കുറയ്ക്കുകയില്ല. 1/2 മണിക്കൂറിനുള്ളിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഉണ്ണാനിരിക്കുമ്പോൾ പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടു. ജോസ്മോനും ജെറിയുമായിരിക്കും. ആരാന്ന് നോക്കിക്കേ. ഓനാപ്പി പറഞ്ഞുവിട്ട് വാതിൽ തുറന്നു. വിചാരിച്ചതുപോലെ അവരായിരുന്നു. കൂടെ ജയിക്കുമുണ്ടായിരുന്നു. ഇതെന്നാ കോലമാ ജെറി നിന്റെ? അറിയാതെ ചോദിച്ചുപോയി. അവൻ നിർജീവമായ ഒരു നോട്ടം അയച്ചു. അത്രമാത്രം. ഇടയെ നഷ്ടപ്പെട്ട കൃഷ്ണമൃഗത്തിന്റെ ദയനീയതയായിരുന്നു അവിടെ കണ്ടത്. ക്ഷീണിച്ച കണ്ണുകളിൽ ശൂന്യത തളം കെട്ടിക്കിടക്കുന്നു. കവിളുകൾ കുഴിഞ്ഞ് താടിയും മുടിയും അലങ്കോലമായി. കഷ്ടം തോന്നുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചു വെച്ചാ. ജെറി ജലപാനം കഴിച്ചിട്ടില്ല. ഇരിക്കടാ, ഊണ് കഴിക്ക്. നീ ഇങ്ങനെ പട്ടിണി കിടന്ന പ്രശ്നത്തിന് പരിഹാരമാകുമോ? അതിനും ജെറി മറുപടി ഒന്നും പറഞ്ഞില്ല. വിഷാദ രോഗത്തിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് അവനെന്ന് മനസ്സിലായി. അതിനാൽ നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അച്ഛൻ കഴിച്ചിട്ട് വാ, ഞങ്ങൾ അങ്ങോട്ടിരിക്കാം. ജോസ്മോൻ അത് പറഞ്ഞിട്ട് ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. 10 മിനിറ്റിനുള്ളിൽ അച്ഛൻ ഊണ് കഴിഞ്ഞെത്തി. ജോസ്മോൻ ജെറിയുടെ ബാഗും മറ്റും എടുത്തുകൊണ്ട് വന്നു. ജെറി വാ. ജെറിയുടെ തോളിൽ പിടിച്ചപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അച്ഛന്റെ കൂടെ പോയി. പിന്നാലെ ജോസ്മോനും. ഗസ്റ്റ് റൂമിൽ ജെറിയെ കൊണ്ടിരുത്തി അച്ഛൻ അവന്റെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. കിടന്നോ, നമുക്ക് നാളെ സംസാരിക്കാം. ബാഗുകൾ മുറിയിൽ വെച്ചിട്ട് അച്ഛനോടൊപ്പം ജോസ്മോൻ വെളിയിലേക്ക് വന്നു. ആ ചെറുക്കന്റെ കോലം കണ്ടോ? നിന്റെ അപ്പം കുടുംബമഹിമയും പൊത്തിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. എന്നാ പറയാനാ വല്യപ്പച്ച,
വല്ല മിണ്ടാൻ പറ്റുമോ? വല്യപ്പച്ചൻ അറിയാവുന്നതല്ലേ അപ്പച്ചന്റെ സ്വഭാവം. ആ, ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? വന്നതിന്റെ ബാക്കി നോക്കാം. എന്നാ ഒക്കെ പറഞ്ഞിട്ടാന്നോ ഒരു വിധത്തിൽ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്നറിയാവോ? സാരമില്ലടാ, എല്ലാം ശരിയാവും. ഞാനും കൂടി എന്റേതായ രീതിയിൽ ആ കൊച്ചിനെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. സഹിക്കാൻ പറ്റുന്നില്ലല്ലോടാ. എങ്ങനെ നടന്ന ചെറുക്കനാ. നിങ്ങൾ പൊയ്ക്കോ. നാളെ നിന്റെ അപ്പനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. വന്ന് നേരിട്ട് കാണട്ടെ മകനെ. എനിക്ക് തോന്നുന്നില്ല ആ മനസ്സലിയുവോന്ന്. ശരി, ഇനിയിപ്പോ രാത്രി യാത്ര പറയുന്നില്ല. വാടാ ജയിക്കേ. അവർ പോയി കഴിഞ്ഞ് അച്ഛൻ ജെറിയുടെ മുറിയിൽ ചെന്നു. നീ വിഷമിക്കാതെ, ഞാനും കൂടി അവളെ ഒന്ന് അന്വേഷിക്കട്ടെ. അച്ഛൻ പലതും പറഞ്ഞു നോക്കി. എല്ലാറ്റിനും നിർജീവമായ ഒരു നോട്ടം മാത്രമായിരുന്നു മറുപടി. അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ട് സഹതാപത്തോടെ ജെറിയുടെ തോളിൽ തട്ടിയിട്ട് അച്ഛൻ മുറിയിലേക്ക് പോയി. ഉച്ചയായപ്പോൾ അച്ഛനൊരു വിസിറ്റർ വന്നിട്ടുണ്ടെന്ന് ആശുപത്രിയിലേക്ക് ഓനാപ്പി വിളിച്ചു പറഞ്ഞു. അനുജനായിരിക്കുമെന്ന് ഊഹിച്ചു. ആ, കുഞ്ഞുഞ്ഞോ എപ്പോ എത്തി? കുറച്ചു നേരമായി. നീ മകനെ കണ്ടോ? ആ, കണ്ടു. ഇപ്പൊ സമാധാനമായോ? ഹാ, ഇതിപ്പോ ഞാനേതാണ്ട് കാണിച്ച പോലെയാണല്ലോ പറച്ചില്. പിള്ളേർ ഓരോ കന്നന്തിരിവ് കാണിച്ചിട്ട് എല്ലാം കൂടി കാരണവന്മാരുടെ തലയിലോട്ടിട്ടോ. ആ, ഒന്നും അറിയാത്ത എള്ളക്കൊച്ചാണല്ലോ. അച്ഛൻ പിറുപിറുത്തു. അച്ഛനെന്നാ പിറുപിറുക്കുന്നേ? വല്ലം പറയാനുണ്ടെങ്കിൽ നേരെ പറ. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. കണ്ട പുറജാതിക്കാരോടൊക്കെ ബാന്ധവം കൂടി അവൾ എന്റെ കൊച്ചിനിട്ട് വല്ല കൂടോത്രം ചെയ്തിട്ട് പോയതായിരിക്കും. ദേ, ഈ ലോഹം ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് മറുപടി പറയാത്തത്. കൂടോത്രം പോലും നാണില്ലല്ലോ പറയാൻ. കുഞ്ഞുഞ്ഞ് മറുപടിയൊന്നും പറയാതെ മുഖം കനപ്പിച്ചിരുന്നു. ഓനാപ്പി, ചോറെടുക്ക്. എന്നിട്ട് കുഞ്ഞുഞ്ഞിനോടായി പറഞ്ഞു, വാടാ ഉണ്ടിട്ട് സംസാരിക്കാം. ഉണ്ണാനിരിക്കുമ്പോൾ ജെറി വല്ലതും കഴിച്ചോ എന്ന് അച്ഛൻ ചോദിച്ചു. ഇച്ചിരി ഏതാണ്ട് വാരി തിന്നു. കുറച്ച് വെള്ളവും കുടിച്ചു. ഊണ് കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്കാണ് രണ്ടാളും പോയത്. ഏതായാലും ചെറുക്കനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഇവിടെ ആശുപത്രിയിൽ ഒരു ഡോക്ടർ ദിവാകരനുണ്ട്. അങ്ങേരെ പറഞ്ഞേൽപ്പിക്കാം. ഇവിടെ വന്ന് നോക്കിക്കോളും. എന്നാ ചെയ്താലും വേണ്ടില്ല, എന്റെ കൊച്ചിനെ പഴയ പോലെ ആക്കി അങ്ങോട്ട് വിട്ടേക്കണം. ആ വാക്കുകളിലെ ധാർഷ്ട്യം നിറഞ്ഞ അധികാര ചുവ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും മറുത്തൊന്നും പറഞ്ഞില്ല. ആ, പരമാവധി ശ്രമിക്കാം. എത്ര ശ്രമിച്ചിട്ടും വാക്കുകളിലെ നീരസം മറച്ചു വയ്ക്കാനായില്ല. എന്നാ ഞാൻ ഇറങ്ങുക. അനുജനെ യാത്രയാക്കിയിട്ട് അച്ഛൻ ജെറിയുടെ അടുത്തേക്ക് ചെന്നു. എടാ കൊച്ചേ, എന്നാ ഉണ്ടായതെന്ന് വല്യപ്പച്ചനോട് പറയേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ പരിഹാരമാ? അവള് പോയില്ലേ? ജെറിയുടെ ശബ്ദം നിരാശയുടെ പടുകുഴിയിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു. അവള് നിന്നോട് ഒന്നും പറയാതെ പോകാൻ മാത്രം എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായതെന്നറിയില്ല. അവള് പോകും മുന്നേ ഒരു സ്ത്രീ അവിടെ ചെന്നിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ നിധി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സ്ത്രീ ആരായിരുന്നെന്ന് ഒരു പിടിയുമില്ല. നീ എന്തിനാ അന്ന് നാട്ടിലേക്ക് വന്നത്? അപ്പച്ചൻ വിളിച്ചിട്ടാ. വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ ചേട്ടായിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടായി അപ്പച്ചനോട് പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പച്ചൻ വിളിച്ച് നിധിയോട് സ്നേഹത്തോടെ സംസാരിച്ചു. നിധിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അപ്പോഴാണ് ഈ സംഭവം. സാരയില്ല, നീ വിഷമിക്കാതിരിക്ക്. നമുക്കൊന്നുകൂടി അന്വേഷിക്കാം. എന്തിനാ പോയെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ മതി. ജെറിയുടെ വിലാപം അച്ഛന്റെ ഹൃദയത്തിൽ തൊട്ടു. അതിന് നീ ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്നിട്ട് എന്താ ഫലം? തോന്നണ്ടേ വല്യപ്പച്ച, കണ്ണടയ്ക്കുമ്പോ അവളുടെ മുഖമാണ് കണ്ണില്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നീ ഒന്ന് ഉറങ്ങ്. അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് സമാധാനം കൈവന്നതുപോലെ. എങ്കിലും നിധിയുടെ മനോഹരമായ ആ ചിരിയാണ് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. നീളമുള്ള മനോഹരമായ ആ നാസിക കൊണ്ടാണ് അവൾ സ്പർശിക്കുക. അപ്പോൾ ആ നാസികത്തുമ്പില് ചെറുകുളിര് ദേഹത്തേക്കിങ്ങനെ പടർന്നു കയറും. മെല്ലെ ആ മുഖം പിടിച്ചുയർത്തി മൂക്കിൽ കടിക്കുമ്പോൾ ഒരു കൃത്രിമ ദേഷ്യമുണ്ട്. ദേ, എനിക്ക് വേദനിച്ചു കേട്ടോ. എന്നിട്ട് ഇറുക്കി പിടിച്ച് ദേഹത്തേക്ക് നഖങ്ങൾ അഴുത്തും. ഹാവൂ, നിന്നെ ഉണ്ടല്ലോ. ആ നഖമുന ഏറ്റതുപോലെ ജെറി ഒന്ന് പുളഞ്ഞു. എന്റെ നിധി, നീ എവിടെയാ? എന്തിനാ എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്? പൂർണ്ണ വിരാമമിട്ട് പോയിരുന്നെങ്കിൽ ഇത്രയ്ക്കും വിഷമിക്കില്ലായിരുന്നു. ഉറങ്ങാനാവാതെ ഇരുളിലേക്ക് തുറച്ചു നോക്കിക്കിടക്കുമ്പോൾ വീണ്ടും അവൾ കൊഞ്ഞനം കാണിച്ചിട്ട് ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. ഉറക്കം നഷ്ടപ്പെട്ട് എണീറ്റ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്ത് നേരിയ പ്രകാശം മഴ പെയ്ത് തോർന്ന് തെങ്ങോലകളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ചന്ദ്രക്കല വിളറിയ ചിരിയോടെ മേഘങ്ങൾക്കുള്ളിൽ നിന്നും ഇടയ്ക്കിടെ മുഖം കാണിക്കുന്നു. രാവിലെ ഓനാപ്പി കട്ടൻ കാപ്പിയുമായി ചാരിയിട്ടിരുന്ന വാതിൽ തുറക്കുമ്പോൾ ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജെറിയെയാണ് കണ്ടത്. എന്റെ കൊച്ചേ, നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇതെന്നാ നിൽപ്പാ നിൽക്കുന്നേ? ഓനാപ്പി ലൈറ്റിട്ട് കാപ്പി മേശപ്പുറത്ത് വെച്ചു. മരവിച്ചു പോയ കാലുകൾ ചലിപ്പിക്കാനാകാതെ മേശയുടെ വക്കിൽ പിടിച്ച് ജെറി മെല്ലെ കട്ടിലേക്കിരുന്നു. സഹതാപത്തോടെ ഓനാപ്പി കാപ്പിക്കപ്പ് ജെറിയുടെ കയ്യിൽ പിടിപ്പിച്ചു.
2 കവിൾ കുടിച്ചിട്ട് കപ്പ് തിരികെ കൊടുത്തു. കാപ്പിക്കപ്പുമായി ഓനാപ്പി തിരികെ പോന്നു. കുളി കഴിഞ്ഞ് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്തേക്കാണ് ഓനാപ്പി ചെന്നത്. എന്റെ അച്ചോ, കണ്ടിട്ട് സഹിക്കാൻ മേല. ആ ചെറുക്കൻ രാത്രി മുഴുവൻ ജനലിൽ പിടിച്ച് നിന്ന നിപ്പായിരുന്നു. കാല് മുഴുവൻ നീരിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നാ ചെയ്യാനാ? നമുക്കവനെ ചികിത്സിച്ച് ശരിയാക്കാം. ഇനി അതല്ലേ പറ്റൂ. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഓനാപ്പി അടുക്കളയിലേക്ക് പോയി. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.